ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ദിന ആശംസകൾ. ഇന്ന് ഈസ്റ്റർ ഡേ ആയതുകൊണ്ടും സൺഡേ ആയതുകൊണ്ടും ഹോളിഡേ ആണ്. വേറെ വലിയ പരിപാടികളായിട്ടൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ നിന്നപ്പോൾ കുക്കിങ്ങും ചെയ്ത് ഈ പറഞ്ഞ കണക്ക് വൈഫിനെ ഒന്ന് ഹെൽപ്പാക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ബിരിയാണി വെച്ചാലോ എന്നൊരു ഐഡിയ വന്നത്. അപ്പോൾ ബിരിയാണിക്കാണെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ചിക്കനോ മട്ടൺ ഏത് വേണമെന്നുള്ള ഒരിതാണ്. അപ്പം അറ്റ് ലാസ്റ്റ് ഞാൻ തന്നെ തീരുമാനം എടുത്തു മട്ടൺ ബിരിയാണി വെക്കാമെന്നുള്ളത്. അപ്പോൾ എനിക്ക് പ്യുവറായിട്ട് വെക്കാൻ അറിയത്തില്ല, പക്ഷേ എന്നാലും വൈഫും ഉമ്മായും കൂടെ ഹെൽപ്പ് ചെയ്ത് തരും. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് മട്ടൺ മേടിക്കണം. അങ്ങനെ വണ്ടി എടുത്തിട്ട് നമ്മൾ നേരെ മട്ടൺ മേടിക്കാനായിട്ട് മട്ടൺ സ്റ്റാളിലോട്ട് പോവുകയാണ്. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് മട്ടനും ചിക്കനും എല്ലാം കിട്ടുന്ന കടകളുണ്ട്. അങ്ങനെ നേരെ അങ്ങോട്ട് വണ്ടി എടുത്ത് നേരെ രാവിലെ പോവുക. അവിടെ ചെന്നു മട്ടൺ കടയിൽ ചെന്ന് നമുക്ക് ആവശ്യത്തിനുള്ള മട്ടൺ ഓർഡർ ചെയ്തു. പുള്ളിക്കാരൻ ഇത് ഇപ്പം റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കട്ടിങ് ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മുടെ മട്ടൺ ഇപ്പം റെഡിയാവും. ഇതിപ്പോൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ നേരെ വീട്ടിൽ കൊണ്ടു കൊടുക്കുക, ബിരിയാണി വയ്ക്കുക, സെറ്റ് ചെയ്യുക. ഓക്കെ, ഇക്കതേ മട്ടനൊക്കെ വെട്ടി നമുക്കതേ കവറിലാക്കി റെഡിയാക്കി കൈ തന്നിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടിയിൽ വയ്ക്കുക, നേരെ വീട്ടിലോട്ട് പോകും. വീട്ടിൽ ചെന്നതിന് ശേഷം ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയുമോ അറിയത്തില്ല. പക്ഷേ വിചാരിച്ച പോലെ തന്നെ പുതിയ 1-2 കാര്യങ്ങളായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ആ സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞാൻ വൈഫിനെയും കൂടെ കൂട്ടി. പിന്നെ അടുത്തതേ നേരെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ബാക്കി പറഞ്ഞ വീട്ടു സാധനങ്ങൾ, അതായത് ഈ ബിരിയാണി വെക്കാനുള്ള ഐറ്റംസ് മേടിക്കണമല്ലോ, അത് മേടിക്കാനായിട്ട് നമ്മളിതേ ഇറങ്ങി. അതും മേടിച്ചുകൊണ്ട് ഇനി ഒന്നും കൂടെ തിരിച്ച് വീട്ടിൽ കയറണം. വെയിലത്തൂടെ നടന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. മുഖത്തൊരു വലിയ കുരു. എനിക്ക് തോന്നുന്നു 2 ദിവസത്തിനകത്ത് വന്നതായിരിക്കണം. ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. നമ്മൾ സാധനം മേടിക്കാൻ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ സമയമായപ്പം വെന്യൂനെ വീട്ടിലിട്ടിട്ട് നമ്മുടെ ചെറിയ ഗ്രാൻഡ് ഐറ്റം എടുത്തിട്ടാണ് നേരെ പോകുന്നത്. അവിടെ പാർക്കിംഗ് സൗകര്യം കുറവാണ് ഈ നമ്മൾ പോകുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ. അപ്പോൾ ചെറിയ വണ്ടിയാകുമ്പോൾ പെട്ടെന്ന് പാർക്ക് ചെയ്യാനും പറ്റും. പിന്നെ ഈ വണ്ടി ഓടിക്കാനായിട്ട് അത് വേറൊരു കംഫർട്ടാണ്. കുഞ്ഞു വണ്ടിയാണ്, ഡീസൽ വണ്ടിയാണിത്. നല്ല പവറായി വണ്ടി, അത്യാവശ്യം നല്ല മൈലേജുമാണ്, നല്ല കംഫർട്ടുമാണ്. അടിപൊളി വണ്ടിയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വണ്ടി ഇതാണ്. നമ്മളിതാ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി സൂപ്പർ മാർക്കറ്റിലോട്ട് കയറാം. ഇവിടെ പിന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും കിട്ടും. വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എല്ലാ സാധനത്തിനും ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. എന്തായാലും നമ്മുടെ ഇവിടുത്തെ എൻ്റെ ഓണറിന് കൈ കൊടുക്കാം, ഡിസ്കൗണ്ട് വല്ലതും തന്നാലോ. ഹലോ, എനിക്ക് ഡിസ്കൗണ്ട് തരുന്ന ഈ മനുഷ്യനും ഞാനും തമ്മിൽ വലിയ ബന്ധമുണ്ട്. അത് വേറൊന്നുമല്ല, ഇത് ജാസിയുടെ വാപ്പയാണ്, ജാസിയുടെ വാപ്പയുടെ കടയുമാണ്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇവിടെ എനിക്ക് ഫുൾ ഫ്രീഡമാണ്. ഏത് സാധനം വേണമെങ്കിലും എടുക്കാം, പക്ഷേ പേയ്മെൻ്റ് ഉണ്ട്, പക്ഷേ ഡിസ്കൗണ്ട് കിട്ടും. നമ്മളിതേ ഫ്രിഡ്ജിൽ നിന്നൊരു വെള്ളവും കുടിച്ച് സാധനവും മേടിച്ച് ലിസ്റ്റും എടുത്ത് നേരെ ഇതേ വീടെത്തി. ഇന്നിതേ ഈ സാധനം എല്ലാം ഇവിടെ ഓഫ് ലോഡ് ചെയ്യണം. ഓഫ് ലോഡ് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്തിടുക, എന്നിട്ട് കുക്കിങ്ങിലോട്ട് ഇറങ്ങണം. ഞാൻ എന്താ ഡ്രസ്സും മാറി നേരെ ആയുധപ്പുരയിലോട്ട് ഇറങ്ങി. നമ്മളിതേ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളിയും ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളിതേ ഇനി അടുത്ത വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ നമുക്കിനി കുക്കറിലാക്കാം. ഇതിൽ വേറെ ചേരുവൊന്നുമില്ല. വേവിക്കാനായിട്ട് പെരിഞ്ജീരകം, ഉപ്പ്, എണ്ണ, വെള്ളം, ഇത് 4 ചേരുവയും ചേർത്തതിന് ശേഷം അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചൊരു 3 വിസിൽ, മിനിമം 3 വിസിൽ വേണ്ടി വരും, ചിലപ്പോൾ 4 വിസിൽ വേണ്ടി വരും. കുക്കറിൻ്റെ പ്രഷർ പോലെ ഇരിക്കും. 3ഓ 4ഓ വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറച്ചി പാകമാവും. ജാസ്മിനൊരു റോസാപ്പ് വേണമെന്ന് പറഞ്ഞു, പക്ഷേ റോസാപ്പ് ഇല്ലാത്തതിനാൽ ഒരു കറിവേപ്പില പറിച്ച് കൈ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നാ പിടിച്ചോ, ഐ ലവ് യു ജാസ്മിൻ. അപ്പോഴേക്കും എൻ്റെ കുക്കർ എന്നെ മാടി വിളിച്ചു. 4ാമത്തെ വിസിലായി. സവാള അരിയലും തക്കാളി അരിയലും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞ് ചതച്ച് മിക്സിയിലാക്കി അടിക്കാനായിട്ട് പ്രത്യേകം ഞാൻ ജാസ്മിനെ ഏർപ്പാടാക്കി. പക്ഷേ ജാസി അത് ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ തന്നെ അതിനെ മിക്സിയിലാക്കി ചതച്ചെടുത്തു. പാൻ അടുപ്പിൽ വെച്ച് നമുക്കിനി എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിന് ശേഷം പട്ട, ഗ്രാമ്പു, അരിഞ്ഞ് വെച്ച സവാള, തക്കാളി എല്ലാം കൂടെ വഴറ്റിയെടുക്കാം. മൂത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും മിക്സിയിൽ അടിച്ചതിനെ നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഉപ്പ് ആവശ്യത്തിനിട്ട് വെള്ളവും ആവശ്യത്തിനൊഴിച്ച് മൂടി വയ്ക്കുക. ഇത് ഇത്രയും ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് നന്നായിട്ട് വിശപ്പുണ്ടായിരുന്നു.
അപ്പോൾ പിന്നെ ദാഹമുണ്ട്. പക്ഷെ വെള്ളം കുടിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിയുകൊണ്ട് ഒരു ഐസ്ക്രീം ഇച്ചിരി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്ന് കുറച്ച് ഐസ്ക്രീം എടുത്ത് ഒരു മാങ്ങയും കട്ട് ചെയ്ത് അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടിട്ട് ഐസ്ക്രീമിനെ ഫ്രൂട്ട് സലാഡ് പോലെ ആക്കി കഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞായിരുന്നു. നമുക്കിനി വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയെ ഓപ്പണാക്കി നമുക്ക് ഈ മസാലയ്ക്കകത്തോട്ട് ഇനി ഇടാം. എന്നിട്ട് ഇറച്ചിയെ പാകത്തിന് ഇളക്കി മസാല നന്നായിട്ട് പിടിക്കുന്ന പോലെ ഇളക്കി റെഡിയാക്കിയതിന് ശേഷം അടച്ച് വെച്ചിരുന്നാൽ നമ്മുടെ കറി കുറച്ച് ടൈം കഴിയുമ്പോൾ റെഡിയായി വരും. നമുക്കിനി നെയ്ച്ചോറ് റെഡിയാക്കാനായിട്ട് പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം എണ്ണയും നെയ്യും ഒഴിച്ച് അതിലേക്ക് രമ്പയില, സവാള, ഏലക്ക, ബേ ലീഫ് ഇട്ട് കഴുകി വെച്ച റൈസും തട്ടി വറുത്തെടുക്കുക. അതിനുശേഷം അരിക്ക് ഇരട്ടി വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ച് ഒരു 8 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറ് റെഡിയാവും. നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെച്ചാൽ നമ്മുടെ ഇറച്ചി നല്ല സെറ്റായിട്ടുണ്ട്, മസാല എല്ലാം പിടിച്ച് കഴിഞ്ഞു, ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ ഫുഡ് പ്രിപ്പയറായി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് കിടന്നുറങ്ങിയായിരുന്നു. ഉറങ്ങി ഒരു 7-7:30 മണിയായപ്പോൾ ഉറക്കം എണീറ്റു. ഇതേ ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോകാൻ. കാരണം ഓൾറെഡി സൺഡേ ആണല്ലോ, അപ്പോൾ പിന്നെ വേറെ വലിയ തിരക്കൊന്നുമില്ല, ഈസ്റ്ററുമാണ്. അങ്ങനെ ഒരു ഹുഡിയൊക്കെ എടുത്തിട്ട് വീടും പൂട്ടി നേരെ വണ്ടിയും എടുത്ത് നേരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതുവരെ തീരുമാനമാക്കിയിട്ടില്ല. ഇനി വണ്ടി എടുത്ത് പോകുന്ന വഴിക്ക് തീരുമാനിക്കണം എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്ത് ഉമ്മിയുടെ വീട്ടിൽ വന്നിട്ട് പോകുന്നത്, അതായത് നമ്മുടെ കുടുംബ വീട്ടിൽ. അപ്പോൾ കുടുംബ വീട്ടിൽ എല്ലാവരും ഉണ്ട്, സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരെയും ഒന്ന് കണ്ടു കഴിഞ്ഞ് കുടുംബ വീട്ടിൽ കയറി അതിന് ശേഷം ഒന്ന് ഔട്ടിങ്ങായിട്ട് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ മാരുതി കാറാണ്. ഈ വണ്ടിയാണ് നമ്മുടെ ആദ്യത്തെ വണ്ടി കുടുംബത്തിലെ. ആ വണ്ടി ഇപ്പോഴും ഉണ്ട്, റണ്ണിങ് കണ്ടീഷനാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇത് കഴിഞ്ഞ് വീട്ടിൽ കയറി എല്ലാവരെയും ഒന്ന് കണ്ടിറങ്ങിയതിന് ശേഷം വണ്ടിയുടെ ബോണറ്റിന് മേലെ ചെറിയ പൊടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യണം. അതും ക്ലീൻ ചെയ്ത് എല്ലാവരെയും ഒന്ന് കണ്ടതിന് ശേഷം പുറത്തേക്ക് പോകാമെന്ന് അങ്ങനെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുമായിരുന്നു. വണ്ടിയുടെ ബോണറ്റെല്ലാം ക്ലീൻ ചെയ്തു വണ്ടി നീറ്റാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ ഒന്ന് പുറത്തേക്ക് ഔട്ടിങ് പോകാൻ, അതായത് വിഴിഞ്ഞത്തേക്ക് പോകാമെന്നുള്ളൊരു ഇതായി. അതാണ് എൻ്റെ മനസ്സിലായിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ വണ്ടി കയറിയതിന് ശേഷം വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരെയും വിളിച്ച് നേരെ വിഴിഞ്ഞത്ത് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുക. നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി എടുത്ത് നേരെ വിഴിഞ്ഞത്തേക്ക് പോകാൻ വേണ്ടി ഓൺ ദ വേയിലാണ്, വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇനി വിഴിഞ്ഞത്ത് എത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങൾ കാണാം. നമ്മളിതേ വിഴിഞ്ഞത്തെത്തി വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് വണ്ടി ഇച്ചിരി മാറ്റിയാണ് പാർക്ക് ചെയ്തിരുന്നത്, കാരണം അത്യാവശ്യം നല്ല തിരക്കായിരുന്നു, പാർക്കിംഗ് സൗകര്യവും കുറവായിരുന്നു. അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് വണ്ടി ഇച്ചിരി മാറ്റി പാർക്ക് ചെയ്തിട്ട് മെല്ലെ നടന്ന് ഇങ്ങോട്ട് പോവുക. നല്ല തിരക്കും നല്ല ക്ലൈമറ്റുമാണ്, അത്യാവശ്യം നല്ല കാറ്റും കാര്യവും എല്ലാം ഉണ്ട്, തിരക്കും ഉണ്ട്. അങ്ങനെ മെല്ലെ നടന്ന് നമ്മളിതേ വിഴിഞ്ഞം ബീച്ചിൻ്റെ സൈഡിലോട്ട് എത്താറായി. പള്ളിയുടെ അടുത്തുള്ള ബീച്ചിൽ അത്യാവശ്യം നല്ല തിരയുണ്ട്, നല്ല തിരയും നല്ല കാറ്റും ഉണ്ട്. പക്ഷേ അടിപൊളി ക്ലൈമറ്റായിരുന്നു, നല്ല കാറ്റും നല്ല തിരയും, ആസ്വദിച്ച് നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ജാസ്മിൻ ഇതെല്ലാം എൻജോയ് ചെയ്യുവാണ്. നമ്മൾ അവിടെ നിന്ന് നടന്ന് ഇച്ചിരി മേളിലോട്ട് പോയി, പള്ളിയുടെ അവിടെ നിന്ന് മേളിലോട്ട്. അവിടെ പോയി കഴിഞ്ഞാലുള്ള ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഴിഞ്ഞം സീപോർട്ട് അവിടെ നിന്ന് കാണാൻ പറ്റും. വിഴിഞ്ഞം സീപോർട്ട് അവിടെ നല്ല തിരക്കുണ്ട്. ഈ സീപോർട്ട് കാണാനായിട്ട് ഒത്തിരി പേര് അവിടെ നല്ല ക്യൂ ആയിട്ട് തന്നെ നിൽക്കുന്നു, ക്യാമറയും വീഡിയോയും എല്ലാം ഫോട്ടോഗ്രാഫി ആയിട്ട് ഒരുപാട് പേര്. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ നൈറ്റും കൂടായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് പോർട്ടിൽ കാണാൻ പറ്റും, പോർട്ടിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റും. കണ്ടെയ്നർ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നതും ക്രെയിനും ഫോർക്ക് ലിഫ്റ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് തന്നെ നല്ല വിസിബിലിറ്റി ആയിട്ട് കാണാൻ പറ്റും. പക്ഷെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ. നമുക്ക് നല്ല വെട്ടത്തിൽ ഈ പറഞ്ഞ കണക്ക് കൺസ്ട്രക്ഷൻ ആണെങ്കിൽ പോലും അടിപൊളിയായിട്ട് എല്ലാം കാണാൻ പറ്റും. പള്ളിയുടെ മേൽഭാഗത്ത് വരുന്ന ഭാഗത്തുള്ളതും കടലിനും നല്ല തിരയുണ്ട്, അതായത് ഈ വിഴിഞ്ഞം സീപോർട്ടിൻ്റെ ആ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നത്. പിന്നെ ഹാർബറിൽ കല്ലിറക്കിയിട്ടിട്ടുണ്ട്, പള്ളിയിൽ ലൈറ്റിങ്. ഈസ്റ്റർ ആയതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡിലെ ചർച്ചിലും ലൈറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റാണ്. അപ്പോൾ പിന്നെ കുറച്ച് നേരം കൂടെ പെട്ടെന്ന് തിരിച്ച് പോകണമെന്നാണ് വിചാരിച്ച് നിന്നത്. പിന്നെ ഇതിൻ്റെ നല്ല കാറ്റും നല്ല ആംബിയൻസും ആയതുകൊണ്ട് അങ്ങനെ ആ ഭാഗത്ത് തന്നെ നിന്നു. പിന്നെ അങ്ങോട്ട് താഴോട്ടും മേലോട്ടൊക്കെ ഇച്ചിരി ഒന്ന് നടന്നു.
പൊതുവെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ളൊരു രീതി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് കൊണ്ട് നിൽക്കുന്ന സമയത്തൊന്നെങ്കിൽ കടലയോ പാനിപ്പൂരിയോ അങ്ങനെ ചോളോ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് നിന്നാൽ മാത്രമേ നമുക്ക് ബീച്ച് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. പൊതുവെയുള്ള രീതി അങ്ങനെ നിൽക്കുക. പിന്നെ കടല മേടിച്ചാലോ എന്ന് ആലോചിച്ചിട്ട് പിന്നെ നടന്ന് അവിടെ ഒരു കടലയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കടലയും മേടിച്ചു. ഉമ്മാക്കും കൊടുത്തു, ജാസിക്കും കൊടുത്തു, ഉപ്പാക്കും കൈ കൊടുത്തിട്ട് ഇത് കണക്ക് കടലയും കഴിച്ചുകൊണ്ട് ഇങ്ങനെ കടലിനെയും നോക്കി ആസ്വദിച്ചിരുന്നു. പക്ഷേ കടല നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു. കടലയ്ക്ക് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ കടല കഴിച്ച് തീർന്നപ്പോഴത്തേക്ക് പിന്നെ ഈ എരിവ് മാറ്റാനായിട്ട് അടുത്ത ഐസ്ക്രീമും വെള്ളവും മേടിക്കേണ്ടി വന്നു. പിന്നെ ഐസ്ക്രീമും വെള്ളവും കുടിച്ച് ഈ കടലയുടെ എരിവ് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തി. പിന്നെ പൊതുവെ വിഴിഞ്ഞത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സീ ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ സീ ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലെത്തി. വിഴിഞ്ഞത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ് സാൽമൺ റെസ്റ്റോറൻറ്റ്. അപ്പോൾ സാൽമണിൽ കയറി ഫിഷിൻ്റെ എന്തെങ്കിലും ഐറ്റം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഫിഷിൻ്റെ ഐറ്റം കഴിക്കാമെന്ന് പറഞ്ഞ് ഓർഡർ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നമുക്കിത് വെറൈറ്റി ആയിട്ടുണ്ട്, വന്നു കഴിഞ്ഞാൽ താഴെ നിന്ന് ചൂസ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ താഴെ വന്ന് നോക്കിയപ്പോൾ ഞണ്ട്, ഹമൂറ്, ആവോലി, വേളാപ്പാര, അങ്ങനെ വെറൈറ്റി ഒത്തിരി ഉണ്ട്. കൂന്തൽ, ചെമ്മീൻ, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീൻ. അതിൽ 3-4 എനിക്ക് അറിയത്തോലും ഇല്ല പേര്. പക്ഷേ എന്നാൽ പോലും പുള്ളി വെറൈറ്റി ആയിട്ട് ഒത്തിരി പേരുകൾ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അതിൽ നിന്നൊരു 3 ഐറ്റം നമ്മൾ സെലക്ട് ചെയ്തെടുത്തായിരുന്നു. പിന്നെ സാൽമൺ റെസ്റ്റോറൻറ്റിൽ കയറുന്ന എൻട്രൻസിൽ തന്നെ കിഡ്സിന് കളിക്കാനായിട്ട് ഇവർ ഈ പറഞ്ഞ കണക്ക് ഒത്തിരി സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം ഫുഡ് വരുന്ന ടൈം വരെ കിഡ്സിന് ഇവിടെ താഴെ നിന്ന് കളിച്ചുകൊണ്ട് നിൽക്കാനും പറ്റും. പിന്നെ ഞാനങ്ങ് മേളിൽ കയറിപ്പോയപ്പോൾ തന്നെ ഉമ്മയുടെ പാപ്പായും ഉമ്മായും ജാസ്മിനും മേളിൽ നേരത്തെ സീറ്റ് പിടിച്ചായിരുന്നു. പിന്നെ ഞാനവിടെ വന്ന് ഓർഡർ കൊടുത്തിട്ട് ഇത് കണക്ക് നിന്ന് എല്ലാവരുമായിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ അവിടെ ഇരുന്നു. കാരണം ഫുഡ് വരാൻ എന്തായാലും ഇച്ചിരി ഡിലേ ആവും ടൈമിൽ. പിന്നെ അവിടെ സംസാരിച്ച് അങ്ങനെ അങ്ങ് ഇരുന്നായിരുന്നു. അങ്ങനെ ഒരു 20 മിനിറ്റിൻ്റെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ ആവോലി പൊള്ളിച്ചത്, മീൻ മുട്ട, ക്രാബ് റോസ്റ്റ്, കോയിൻ പൊറോട്ട, അപ്പം, പിന്നെ അടിപൊളി സുലൈമാൻ, ഇത് ഇത്രയും എത്തിയായിരുന്നു. അവരുടെ ഈ ആവോലി പൊള്ളിച്ചതും ഈ ഞണ്ട് റോസ്റ്റും അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം പറഞ്ഞ കണക്ക് നല്ല മസാലയും ഈ വാഴയിലായതുകൊണ്ട് നല്ല മണവും കാര്യവും എല്ലാം അടിപൊളിയായിരുന്നു. ഫുഡും കാര്യവും എല്ലാം നല്ല രുചി ഉണ്ടായിരുന്നു. പിന്നെ ഹോട്ടലും നല്ല ഹൈജീനാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പയ്യെ മെല്ലെ ഇറങ്ങി നടന്ന് വണ്ടിയുടെ അടുത്തേക്ക് പോയി. അപ്പോഴെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.